നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരുവിധ വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്നുറപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഗവർണറുടെ നീക്കം. സർക്കാരിൻ്റെ എതിർപ്പിനെ മറികടന്ന് നേരത്തെ സാങ്കേതിക സർവകലാശാല VC ആയി ചുമതലയേറ്റതിൻ്റെ പേരിൽ സിസ തോമസിനെ ദ്രോഹിക്കാവുന്നതിൻ്റെ പരമാവധി പിണറായി സർക്കാർ ദ്രോഹിച്ചിരുന്നു. ഇപ്പോഴിതാ ഗവർണർ അതേ ഡോക്ടർ സിസ തോമസിനെ തന്നെ ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായി നിയമിക്കുന്നു. സിസ തോമസിനെതിരെ നേരത്തെ ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നുമൊക്കെ സർക്കാരിന് തിരിച്ചടികളേറ്റിരുന്നു. ആ തിരിച്ചടികളുടെയും നാണക്കേടിൻ്റെയും ഏറ്റവും ഒടുവിലത്തെ തുടർച്ചയാണ് ഗവർണറുടെ നടപടി. സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും സ്വേച്ഛാപരവും ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയുമാണ് ഗവർണർ വൈസ് ചാൻസലർമാരെ നിയമിച്ചതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. ഗവർണറുടെ നടപടികൾക്കെതിരെ സർക്കാർ നിയമപരമായ വഴികൾ തേടുമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. രണ്ട് സർവകലാശാലകളിലും ഗവർണർ തന്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങുന്ന രണ്ടുപേരെ വൈസ് ചാൻസലർമാരാക്കിയിരിക്കുന്നു. സംസ്ഥാന സർക്കാരുമായി ഒരുവിധ കൂടിയാലോചനകളും ഇക്കാര്യത്തിൽ ഗവർണർ നടത്തിയില്ല. സാങ്കേതിക സർവകലാശാല നിയമപ്രകാരം സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് മാത്രമേ ഗവർണർ വൈസ് ചാൻസലർമാരെ നിയമിക്കാവൂ. ഇക്കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയും ഈ മാനദണ്ഡം ഉയർത്തിപ്പിടിച്ചുവെന്നാണ് സർക്കാർ പറയുന്നത്. സർക്കാർ നിർദ്ദേശവും ഹൈക്കോടതി ഉത്തരവിന്റെ അന്തസത്തയും നിരാകരിച്ചാണ് ഇപ്പോൾ ഗവർണർ നിയമനം നടത്തിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ കാവ്യവൽക്കരണ അജണ്ടകൾക്ക് ബലം പകരാനാണ് ഗവർണറുടെ ഈ നീക്കങ്ങൾ. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മുച്ചൂടും രാഷ്ട്രീയവൽക്കരിക്കുന്ന ഈ നടപടികൾ നാം നേടിയ നേട്ടങ്ങളെ ആകെ പിന്നോട്ടടിക്കുമെന്നാണ് ആർ ബിന്ദുവിന്റെ വിശദീകരണം. സർക്കാരിൽ നിന്നും ഇടതു സംഘടനകളിൽ നിന്നുമൊക്കെ ഒട്ടേറെ തിരിച്ചടികൾ നേരിട്ട ഡോക്ടർ സിസ തോമസ് വീണ്ടും സർവകലാശാലയുടെ തലപ്പത്തേക്ക് വൈസ് ചാൻസലറായി കടന്നുവരുമ്പോൾ സർക്കാരിന്റെ സമീപനം എന്തായിരിക്കും? 2022 ഒക്ടോബറിൽ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ MS രാജശ്രീയുടെ നിയമനം സുപ്രീം കോടതി റദ്ദാക്കുന്നു. തൊട്ടുപിന്നാലെ ഡിജിറ്റൽ സർവകലാശാല VC ഡോക്ടർ സജി ഗോപിനാഥിന് ചുമതല നൽകാൻ ഗവർണറോട് സർക്കാർ നിർദ്ദേശം. സർക്കാരിന്റെ നിർദ്ദേശം കാറ്റിൽ പറത്തി ഗവർണർ മറുപടി പറഞ്ഞു. സുപ്രീം കോടതി പറയുന്ന അയോഗ്യതാ മാനദണ്ഡം അദ്ദേഹത്തിന് ബാധകമാണ്. അതുകൊണ്ട് മറ്റൊരാളെ നിയമിക്കാം. തുടർന്ന് ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ചുമതല നൽകണമെന്നായി സർക്കാർ. എന്നാൽ UGC മാനദണ്ഡം അനുസരിച്ച് അക്കാദമിക് രംഗത്തുള്ള ഒരാൾ വൈസ് ചാൻസലറായി വരണമെന്ന് ഗവർണർ ശഠിച്ചു. ഇതിനെ തുടർന്ന് സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറെ വൈസ് ചാൻസലറായി നിയമിക്കാൻ ഗവർണർ ആലോചിച്ചു. അപ്പോൾ സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറുടെ മുട്ടിടിച്ചു. സർക്കാരിനെ പിണക്കി ഈ വൈസ് ചാൻസലർ കസേര ഏറ്റെടുത്താൽ അത് പാരയാകുമോ എന്ന ഭയം. സർക്കാരിൻ്റെ അനിഷ്ടത്തിന് പാത്രമാകുമെന്ന് ഭയന്ന് സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ പിൻവാങ്ങി. പിന്നീട് വലിയൊരു പാനലുമായി സർക്കാർ ഗവർണറുടെ പിന്നാലെ പാഞ്ഞു. എന്നാൽ സർക്കാർ നൽകിയ പേരുകളൊക്കെ ഗവർണർ തള്ളിക്കളഞ്ഞു. തൊട്ടുപിന്നാലെ സീനിയർ ജോയിന്റ് ഡയറക്ടറായ ഡോക്ടർ സിസ തോമസിനെ ഗവർണർ വൈസ് ചാൻസലറായി നിയമിച്ചു. ഡോക്ടർ സിസ തോമസ് അധിക പ്രതിഫലം വാങ്ങാതെയാണ് KTU സർവകലാശാലയുടെ VC ആയി ചുമതലയേറ്റത്. പിന്നീടാണ് സർക്കാരിന്റെ പേക്കൂത്തുകൾ ഒന്നൊന്നായി നമ്മൾ കണ്ടത്. VC സ്ഥാനം ഏറ്റെടുക്കാൻ സർവകലാശാലയിലെത്തിയ ഡോക്ടർ സിസയ്ക്ക് SFIയിൽ നിന്ന് ശക്തമായ പ്രതിഷേധം. തുടർന്ന് ഇടതു സംഘടനാ പ്രവർത്തകരിൽ നിന്നുള്ള എതിർപ്പുകൾ. ഒടുവിൽ പോലീസ് സഹായത്തോടെയാണ് വൈസ് ചാൻസലർ തന്റെ മുറിയിൽ കസേരയിലിരിക്കാൻ ശ്രമിച്ചത്. VCയുടെ കസേരയിലിരുന്ന ഡോക്ടർ സിസ തോമസിനെ സാങ്കേതിക സർവകലാശാലയിലെ ജീവനക്കാർ വരെ അങ്ങ് ബഹിഷ്കരിച്ചു. പോലീസ് സഹായത്തോടെ ഡോക്ടർ സിസ തോമസ് എത്തി വൈസ് ചാൻസലറുടെ കസേരയിലിരിക്കും എന്ന് സർക്കാർ കരുതിയതേയില്ല. ഈ പ്രശ്നങ്ങൾ സർക്കാരിനെ വല്ലാതെ ചൊടിപ്പിച്ചു. VC സ്ഥാനം ഏറ്റെടുക്കുന്നതിനായി സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറെ ഡോക്ടർ സിസ തോമസ് രേഖാമൂലം അറിയിച്ചിരുന്നു. ഇക്കാര്യം പറയാൻ ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കാണാൻ സിസ സെക്രട്ടേറിയറ്റിലെത്തി. എന്നാൽ അദ്ദേഹം സിസ തോമസിനെ കാണാൻ കൂട്ടാക്കിയതേയില്ല. സഹപ്രവർത്തകരുടെ നിസ്സഹകരണം മൂലം വൈസ് ചാൻസലറുടെ ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. സിസ തോമസിന്റെ നിയമനത്തിനെതിരെ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഹൈക്കോടതിയിൽ നിന്നു കിട്ടിയ വിധി VCക്ക് അനുകൂലമായി. ഇതോടെ വൈസ് ചാൻസലർക്ക് സഹായ സഹകരണങ്ങൾ നൽകാൻ ബാധ്യസ്ഥരായി യൂണിവേഴ്സിറ്റിയിലെ മറ്റ് ജീവനക്കാർ. തുടർന്ന് സിസ തോമസ് 6 മാസത്തോളം VC ആയി തുടർന്നു. ഇത് സർക്കാരിന്റെ മുഖത്തേറ്റ ഇരുട്ടടിയായി. ഇവിടെയാണ് സർക്കാരിന്റെ പ്രതികാര നടപടികളുടെ തുടക്കം. സിസയെ സീനിയർ ജോയിന്റ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് സർക്കാർ എടുത്തുമാറ്റി. പകരം KTU മുൻ VC MS രാജശ്രീക്ക് ചുമതലയും നൽകി. സിസിയെ സീനിയർ ജോയിന്റ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ VCയുടെ ജോലി ചെയ്യാൻ സാധിക്കില്ല എന്ന് സർക്കാർ കണക്കുകൂട്ടി. തുടർന്ന് സിസിയെ കോഴിക്കോട്ടേക്ക് മാറ്റുകയായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം.
എന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഇടപെടലിനെ തുടർന്ന് തിരുവനന്തപുരം ബാട്ടൺ ഹിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിയമിക്കേണ്ടി വന്നു. തുടർന്ന് വൈസ് ചാൻസലർ പദവിയും പ്രിൻസിപ്പൽ പദവിയും ഒരേ സമയം വഹിച്ച സിസ 2021 മാർച്ച് 31 വിരമിക്കുന്നതിന് മുൻപ് സർക്കാർ വീണ്ടും നാടകീയമായ ഇടപെടലുകൾ. ഇതിനിടയിൽ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്നാരോപിച്ച് സിസയ്ക്ക് കുറ്റപത്രം നൽകി സസ്പെൻഡ് ചെയ്യുകയായിരുന്നു ലക്ഷ്യം. മാർച്ച് 30 കുറ്റപത്രം നൽകാൻ ശ്രമിച്ചു. സർക്കാർ ആവുന്നത്ര കളി കളിച്ചു. എന്നാൽ സിസ ആ കുറ്റപത്രം കൈപ്പറ്റിയില്ല. വിരമിക്കുന്ന ദിവസം സെക്രട്ടേറിയറ്റിൽ അഡീഷണൽ സെക്രട്ടറി മുൻപാകെ ഹിയറിംഗിന് വരണം എന്ന നോട്ടീസ് സിസയ്ക്ക് കൈമാറി. എന്നാൽ സാധിക്കില്ല എന്നവർ തീർത്തു പറഞ്ഞു. ഒടുവിൽ സസ്പെൻഷൻ വാങ്ങാതെ ബുദ്ധിപരമായി സിസ തോമസ് വിരമിച്ചു. ഇത് സർക്കാരിന് കിട്ടിയ ഏറ്റവും വലിയ ഇരുട്ടടിയായിരുന്നു. അച്ചടക്ക നടപടി തുടർന്നുകൊണ്ടേയിരുന്നു വിരമിക്കലിനു ശേഷവും. സർക്കാരിന്റെ അനുമതിയില്ലാതെ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ സ്ഥാനം ഏറ്റെടുത്തു എന്നതായിരുന്നു കുറ്റാരോപണ മെമ്മോയിലെ പ്രധാനപ്പെട്ട ആരോപണം. ഇതിലൂടെ സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന ഗുരുതര ആരോപണം. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ ജോയിന്റ് ഡയറക്ടർ എന്ന നിലയിൽ ചുമതലകളൊന്നും വഹിച്ചില്ലത്രേ. ഫയലുകൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്തു, ചില ഫയലുകൾ കാണാതായി, വച്ച് താമസിപ്പിച്ചു എന്ന് തുടങ്ങി പലവിധ കുറ്റപത്രം. ഗത്യന്തരമില്ലാതെ ഡോക്ടർ സിസ ഹൈക്കോടതിയെ സമീപിച്ചു. നടപടികൾ അവസാനിപ്പിക്കാൻ ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു കിടുക്കാച്ചി ഉത്തരവ്. ഇതോടെ സർക്കാർ ചുരുണ്ടുകൂടി നേരെ സുപ്രീം കോടതിയിലേക്ക്. ഡോക്ടർ സിസയെ ഖജനാവ് മുടിഞ്ഞാലും പാഠം പഠിപ്പിക്കുക എന്ന് മാത്രമായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം. സുപ്രീം കോടതിയിൽ പോയി വീണ്ടും പണി ആവുന്നത് മേടിച്ചുകൂട്ടി സർക്കാർ മുഖം കുലിച്ച് തിരിച്ചു പോരുന്ന കാഴ്ച. സിസ തോമസ് സുപ്രീം കോടതിയിലും വിജയിച്ചു. സർക്കാർ ഗവർണർ പോരിൽ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കരുത് എന്ന മുന്നറിയിപ്പും നൽകി സുപ്രീം കോടതി. സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടായിട്ടും പെൻഷൻ ഗ്രാറ്റുവിറ്റി ആനുകൂല്യങ്ങൾ നൽകാതെ സിസിയെ ദ്രോഹിക്കുന്ന നടപടിയാണ് തുടർന്ന് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. അച്ചടക്ക നടപടി പെൻഷനെ ബാധിക്കില്ല, എന്നാൽ ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെയുള്ള മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ നടപടി അവസാനിപ്പിക്കണമത്രേ. അതിനിടയിലാണ് ഇപ്പോൾ ഡിജിറ്റൽ സർവകലാശാലയിലെ വൈസ് ചാൻസലറായി സിസയെ ഗവർണർ തന്നെ അങ്ങ് നിയമിക്കുന്നത്. സിസ തോമസിന്റെ മനോഹരമായ തിരിച്ചുവരവാണിത്. ഒപ്പം ഗവർണറുടെ ശക്തമായ മറുപടിയും. ഡോക്ടർ സിസ തോമസിനെ അത്രയേറെ സർക്കാർ ദ്രോഹിച്ചിരുന്നു. ഒരു ഉദ്യോഗസ്ഥയെ ഇത്രയധികം ബലിയാടാക്കാൻ സർക്കാർ എന്തിനു ശ്രമിച്ചു? നാണം കെട്ടിട്ടും അതിനുമൊരു പരിധിയില്ലേ എന്ന ആളുകൾ ചോദിക്കുന്നത് അതുകൊണ്ടാണ്. ഹൈക്കോടതി വിധി തനിക്ക് അനുകൂലമാണെന്നും VC നിയമനത്തിൽ തനിക്ക് പൂർണ്ണ അധികാരവുമുണ്ടെന്നും ഇപ്പോൾ ഗവർണർ പറയുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ അഭിപ്രായങ്ങൾക്ക് മറുപടി പറയാൻ താനില്ല. വിദ്യാഭ്യാസ മന്ത്രിക്ക് പറയാനുള്ളതെല്ലാം പറയാനും അഭിപ്രായ പ്രകടനം നടത്താനുമുള്ള അവകാശമുണ്ട്. ഇത് ജനാധിപത്യ സംവിധാനമാണ്. ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള ഈ വിഷയത്തിൽ തീരുമാനമറിഞ്ഞതിന് ശേഷം യൂണിവേഴ്സിറ്റിയുടെ തലവൻ എന്ന നിലയിൽ എന്നിൽ നിക്ഷിപ്തമായ അധികാരം UGC റെഗുലേഷൻ ആക്ട് പ്രകാരം വിനിയോഗിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. ഹൈക്കോടതി വിധി വരുന്നതുവരെ ഞാൻ കാത്തിരുന്നു. കഴിഞ്ഞ 1 മാസമായി മറ്റാരെയും ഞാൻ പകരം നിയമിക്കാതിരുന്നത് അതുകൊണ്ടായിരുന്നു. സംസ്ഥാനത്തിന് യൂണിവേഴ്സിറ്റി കാര്യങ്ങളിൽ ഇടപെടാനുള്ള അധികാരമില്ല എന്ന് സുപ്രീം കോടതിയുടെ നിരീക്ഷണമുണ്ട്. മാധ്യമങ്ങൾ സെൻസേഷനുകൾ മാത്രം സൃഷ്ടിക്കുകയാണെന്നും കോടതി വിധി വായിച്ചു പഠിക്കാനും ഗവർണർ ഉപദേശിച്ചു. ഗവർണർക്കെതിരെ ആരോപണവുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു. പണ്ട് ഗവർണറെ നേർക്കുനേർ വെല്ലുവിളിച്ച് പലവട്ടം പിണറായി വിജയൻ കളത്തിലിറങ്ങിയത് നമ്മുടെ ഓർമ്മയിലുണ്ട്. ഒടുവിൽ ഗവർണറെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലൊന്നും കാലുകുത്തിക്കില്ല എന്ന് മുദ്രാവാക്യം വിളിച്ച് കോഴിക്കോട് SFI നടത്തിയ നാടകവും നമ്മുടെ ഓർമ്മയിലുണ്ട്. യൂണിവേഴ്സിറ്റി കാര്യങ്ങളുടെ ഉത്തരവാദിത്വം തനിക്ക് തന്നെയാണ് എന്ന് ഗവർണർ ഒരിക്കൽ കൂടി സർക്കാരിനെ ഓർമ്മപ്പെടുത്തുന്നു. ഒപ്പം താൻ മൂലം ഏറെ ദ്രോഹിക്കപ്പെട്ട ഡോക്ടർ സിസ തോമസിന് കട്ടയ്ക്ക് പിന്തുണ നൽകുകയാണ് ഗവർണർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. സർക്കാരിന് ഇതിൽ പരം ഒരു അപമാനം എന്താണ്? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.